Assalamualaikum. Welcome back to my channel. Yes, welcome back. Yes. അപ്പൊ ഇന്ന് എത്രാമത്തെ നോമ്പ്? ഇന്ന് എട്ടാമത്തെ നോമ്പാണ്. അൽഹംദുലില്ലാ, എട്ടാമത്തെ നോമ്പ് വരെ നമ്മൾ എത്തി. അടിപൊളിയായിട്ട് നമ്മുടെ റംദാൻ പോകുന്നുണ്ട്. ഇൻഷാല്ല ഇനിയും ഉണ്ട് കുറെ, അതെല്ലാം പിടിക്കാൻ എത്തട്ടെ. അപ്പൊ എന്തറിയോ, ഇന്ന് നമ്മൾ പുറത്തു പോണെയാണ്. എന്തിനാന്നൊക്കെ നിങ്ങൾ പറയൂ, എനിക്ക് വെഡിങ് ആനിവേഴ്സറി വരെ കംപ്ലീറ്റ് 7 years. അതെ, 11-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ 7 വർഷം വിജയകരമായി ഞങ്ങൾ മുന്നേറി. All credits goes to me, by the way. എന്നെ സഹിക്കുന്നത് ഡ്രസ് ചെയ്താക്കണ്ട ബ്രോ. അങ്ങനെ നമ്മൾ ആരും സഹിക്കണില്ല ഗൈസ്, നമ്മളെല്ലാരും ഓൾടുഗെദർ ഹാപ്പി മാഷാഅല്ലാ. ഇനിയും അങ്ങനെ പോട്ടെ. അപ്പൊ കൂടുതൽ കഥ ഒന്നും പറയണില്ല, നമുക്ക് ഡ്രസ്സ് മേടിക്കണം. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടല്ലേ ഒരു ആഘോഷം. ഒരു ലൈറ്റ് കളർ ഡ്രസ്, ഒരു ബീച്ച് വൈറ്റ് കോമ്പിനേഷൻ. എനിക്കിഷ്ടമാണ് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ. അപ്പൊ എപ്പോ അത് തന്നെ പതുക്കെ. അപ്പോ നമ്മളെല്ലാരും റെഡി ആയിട്ട് ഇന്ന് ഷോപ്പിംഗ് പോണാണ്. ആൻഡ് ഷോപ്പിംഗ് പോകുമ്പോ എന്തായാലും റിട്ടേൺ വന്നിട്ട് നമുക്ക് ഇനി കുറെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റൂല. അപ്പൊ അപ്പൊ ഇന്നത്തെ റമദാൻ ഞാൻ വിചാരിച്ചു എല്ലാരും പുറത്തു കൊണ്ടിട്ട് നോമ്പൊക്കെ തുറന്നിച്ച് വരാന്ന് വിചാരിച്ചു. കൂടാതെ സൺഡേയും കൂടെ അല്ലേ, എല്ലാരും ഒന്ന് പുറത്തിറങ്ങട്ടെ, കുറച്ചൊരു റിലാക്സ് ആയിട്ട് ഒരു ഡിഫറെന്റ്. അപ്പൊ കം ലെറ്റ്സ് ഗോ ഗൈസ്, ഇന്നത്തെ ഇഫ്താർ പൊളിക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ H&M എത്തി, കാർ പാർക്ക് ചെയ്തു. എബ്ബു അവന്റെ ഉറക്കത്തിന്റെ സമയമായി, ഉച്ച സമയമായതുകൊണ്ട് ഹിൽ സ്ലീപ് ഫോർ എ വൈൽ. അപ്പോ H&M ഷോറൂമിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. ഇനി അടിപൊളിയായിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് നോമ്പ് തുറക്കാം ഗൈസ്. നോമ്പായതുകൊണ്ടാന്ന് അറിഞ്ഞൂടെ, എല്ലാവരും വീട്ടിലാന്ന് തോന്നുന്നു. H&Mലെ ആൾക്കാരെ കാണുന്നില്ല. ഒരു 10 ദിവസം കൂടെ കഴിയുമ്പോഴായിരിക്കും പെരുന്നാളിലെ തിരക്ക്. 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വരും. അപ്പൊ ഇവരെല്ലാരും എനിക്ക് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക ഗൈസ്. അപ്പൊ നമുക്ക് ഫൈനൽ ചെയ്യണം, നമ്മൾ ഏതാന്ന് നോക്കാം. കണ്ടില്ല ഇവിടെ, അതെന്താ സ്ട്രൈപ്സ്, എന്താ പാന്റാ? പാൻസ് ആണോ? ഞാൻ H&M വരുമ്പോ നമ്മൾ സ്ഥിരമായിട്ട് ഈ ഒരു പോർഷനിൽ നമ്മൾ വരും, കുറച്ച് പോസൊക്കെ ചെയ്യും അല്ലേ സർ? ഇത് നിർബന്ധമാണ് നമുക്ക്. നോക്ക് സുനു, എനിക്ക് പറ്റിയത് എന്തെങ്കിലും കേട്ടോ, നോക്ക്. കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ, സാൻഡൽസ്, ബാഗ്സ് ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നീ ഇട്ട ഡ്രസ്സിൽ വെച്ചിട്ട് എടുത്ത് നോക്കട്ടെ. മറ്റേ നമ്മള് ക്ലിപ്പും സൈഡിലിടണം. മറ്റേ ഫ്ലവറിന്റെ ക്ലിപ്പില്ലേ, അത് സൈഡിൽ ടക്കാക്കണം. അടിപൊളിയായിരിക്കും. മാച്ച് ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്, കൊള്ളാം. നൈസ്, റിയലി അടിപൊളി. കഴിഞ്ഞ ഗൈസ്, പോലെ അവന് കാറിൽ ഉറങ്ങിയപ്പോ വിട്ടു വന്ന് ഇവിടെ വന്നിട്ടാണ് അവൻ എണീറ്റത്. എന്നിട്ട് ഉറക്കത്തിന് എണീച്ചപ്പോ ബോളില്ല കയ്യില്. അപ്പൊ അവന്റെ ഇമാജിനേഷൻ ബോൾ ഉണ്ടെന്ന്. താഴെ ഇറങ്ങിയിട്ട് ഫുള്ള് നോക്കണ, ബോളില്ല. ബോൾ ലവറാണല്ലോ. ഫുൾ കരച്ചില്, ബഹളം, സങ്കടം, ഭയങ്കര സാഡ്. അത് കണ്ടിട്ട് നമ്മള് ഡാഡൊക്കെ സഹിക്കാൻ പറ്റില്ല ഗൈസ്. അപ്പൊ തന്നെ കാര്യം ഓടി, എവിടെ ബോൾ കൊണ്ടുവന്ന് ഡാഡ, താങ്ക് യു ഡാഡ. എവിടെ ബോൾ? ബോളാണോ എന്റെ ബേബിയുടെ? താങ്ക് യു ഡാഡ. ഡാഡ, ഹലോ ഡാഡ, ഹലോ ഡാഡ. ഡാഡനെ കിട്ടില്ല.
എനിക്ക് ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞു. ഐ ലവ്ഡ് ഇറ്റ്. നല്ല സിമ്പിളായിട്ടൊരു അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സാണ്. നല്ല എലിഗൻറ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. അതെന്തായാലും ആനിവേഴ്സറി ഡേ കാണിച്ചു തരാം. 2-3 ട്രയൽ ചെയ്ത് പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഫൈനൽ ചെയ്തു. ഇപ്പോൾ ബേബി നോക്കിക്കൊണ്ടിരിക്കും. വലിയ സുഖം തോന്നിയില്ല, അതുകൊണ്ടാണ്. ഗൈസ്, അങ്ങനെ നമ്മളെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. അടിപൊളി ഡ്രസ്സൊക്കെ കിട്ടി. ആനിവേഴ്സറി പർച്ചേസിങ് ഈസ് ഡൺ. ഷോപ്പിംഗ് ഈസ് ഡൺ. ആൻഡ് ഇപ്പോൾ ടൈം എത്രയായി? 4:30 മേ ബി 4:46 ആയിട്ടുള്ളൂ. ആൻഡ് വാട്ട് വി ഗോണ ഡു ടിൽ 6:30? നോ ഐഡിയ ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാറി കയറി. ഇപ്പം നമ്മളൊരു സ്ഥലത്താണ്. സോനും ബേബിയും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് 1-2 കാര്യങ്ങൾ നോക്കാൻ. അതെന്തായാലും പിന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ആ ടൈമിൽ എബുന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുക. എൻ്റെ എബു ബേബി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ഐ എം ഗിവിങ് ഹിം. അപ്പോൾ അത് തന്നെയാണ് സൈഗും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. 2 പേരും സെയിം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സൈഗിനും വിശപ്പായി. അപ്പോൾ ഐ തോട്ട് അത് തന്നെ കൊടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ കാറിലാണ്. ദെൽ കം നൗ. അവർക്ക് വെയിറ്റ് ചെയ്യുമോ അല്ലേ സൈഗു? നമുക്ക് പെട്ടെന്ന് നോമ്പ് തിരക്കണ്ടേ? ടയർഡായില്ലേ നമ്മൾ? അപ്പോൾ ഇപ്പോൾ 5:36 ആയി. ഇനി 1 hour ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അവർ വരുമ്പോൾ പോവാം. ഓക്കെ, ഐ എം ടയർഡ് ബിക്കോസ് എബുനെ എടുത്ത് നടക്കണം. എബു ആണെങ്കിൽ ഇന്ന് കയ്യിൽ ഇറങ്ങണില്ല. അല്ലെങ്കിൽ ഓടി നടക്കും. ഇന്ന് ഇറങ്ങണില്ല. എടുക്കെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. അപ്പോൾ ഐ തോട്ട് കുറച്ച് കാറിൽ നിന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അവർ വരുമ്പോൾ പോവാം. നമുക്ക് തീർക്കാം. ഓക്കെ. ഗൈസ്, അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് എത്തി. നമ്മൾ കടികളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. താഴെ MRA ആണ് നമ്മൾ വന്നിട്ടുള്ളത്. ആസ് യൂസ്വൽ. ഉമ്മിത്തരം കേട്ടോ. കൈക്ക് വല്ല ഗ്ലാസ് എടുത്ത് വെള്ളം പിടിക്കാറായുണ്ട് കുട്ടി. 2 വയസ്സായപ്പോൾ കുറച്ച് ചാടും. അപ്പോൾ വെള്ളം കുടിച്ചോളൂ. ഫുൾ എക്സ്പ്ലോറിങ് ആണ് ഇവിടെ. സോനു എങ്ങനെയുണ്ട്? സോനു എങ്ങനെയുണ്ട്? തളർന്നോ? വയ്യ. സൈഗു എങ്ങനെയുണ്ട് നോമ്പ്? കുറച്ച് നല്ല രീതിയിൽ ക്ഷീണമുണ്ട് അല്ലേ? കുറെ നമ്മൾ നടക്കുകയൊക്കെ ചെയ്തിട്ട്. സോനുവിന് മിണ്ടാൻ പോലും പറ്റില്ല. ഓക്കെ, അവിടെ അടുത്ത് നിന്നിട്ട് ഫുൾ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കണേ. അതെ, നോ ക്ലാസ്സൊക്കെ പൊട്ടി പോകുന്നില്ല.
ഗൈസ് അങ്ങനെ നമ്മൾ നോമ്പുറൊക്കെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഫ്രണ്ടിൽ നിരത്തി കഴിഞ്ഞ ഗൈസ്. പലതിന്റെ പേര് അറിയില്ല, അതുകൊണ്ടിട്ട് സമൂസ കടലേക്ക് അവിടെ എബ്രു ആദ്യം തന്നെ കഴിക്കാറില്ല. അതേ ഉന്നക്കായ കുറെ വെറൈറ്റി സംഭവം ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ എന്റെ തരിക്കഞ്ഞി നമ്മൾ പറഞ്ഞ സാമ്പിൾ നോക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചാണ്. പിന്നെ വാട്ടർമെലൺ ജ്യൂസ്, പിന്നെ സോനുവിന് മുജിറ്റോ. അപ്പൊ എല്ലാരും നോമ്പോറൊക്കെ റെഡിയായി നിൽക്കണേണ്. നമ്മുടെ എബ്രു ആദ്യം തന്നെ സമൂസ മുക്കും മൂലയൊക്കെ കടിച്ചു പൊടിച്ചോണ്ടിരിക്കുകയാണ്. സൈഗു റെഡിയല്ലേ? വിഷം കണ്ടോ സൈഗു? ആണോ? സൈഗിന് ഇതൊക്കെ കണ്ടിട്ട് കൊതി വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കഴിച്ചല്ലേ? ടൈം ആയില്ലേ? ആയോ സമയം? 36 37 ആയില്ലേ? ഇതിന്റെ ഉള്ളിലേക്ക് കേൾക്കില്ലായിരിക്കും. പക്ഷെ 36 ബാങ്ക്, 37 ആയി നമുക്ക്. അപ്പുറം ഇപ്പുറം ടേബിളിലൊക്കെ ആൾക്കാരൊക്കെ ഇരിക്കട്ടെ, ആരെങ്കിലും കഴിക്കണ്ടെന്ന് ആയിട്ടുണ്ടാവും അല്ലേ? അല്ല പക്ഷെ ആയിട്ടുണ്ടാവും. എനിക്കൂടെ ഇവിടുന്ന് കേൾക്കുന്നതാണ്. ഇവിടെ അടുത്ത് പള്ളിയുണ്ട്. അവര് കഴിക്കുമ്പോൾ നമുക്ക് കഴിക്കാം. അടുത്ത് പള്ളി ഉണ്ട്, അപ്പുറത്തുണ്ട്. അവന് മസാല ഇഷ്ടമല്ല. സമൂസ ഷീറ്റ് പൊരിച്ചു അല്ലേ? ഞാൻ അവിടെ ഉണ്ടാകുന്ന കാടമുട്ടനെ അടുപ്പിച്ച് ഇത് മറ്റേ ഇതെന്താ ചട്ടിപ്പത്തിരി അല്ലേ? അല്ല, ബീഫ് കട്ട്ലൈറ്റ് അല്ല, കുറച്ച് കഴിക്കുള്ള. ഇല്ല അതെ, 6:39 ഞാൻ ചോദിച്ചു നോക്കട്ടെ അവരുടെ അടുത്ത് ആരുടെയും. ഇവിടെ മാങ്കുളി കേൾക്കുന്നു. ബാബാ കഴിച്ചോ. ആയി ടൈമായി കഴിച്ചു. സമാനമല്ല. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ പുറത്തെത്ത നോമ്പ് പറ. സൈക്കോ ഈന്തപ്പഴം കഴിച്ചോണ്ടിരിക്കുന്നത് ലൈറ്റ്സ്. എന്റെയും പശുവിന്റെയാണ് വിത്തോട്ട്. ബേബിന്റെ കോപ്പി കയറ്റാണ്. ബേബി ഡയറ്റ് തുടങ്ങി, ഞാനും കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറയും. ബേബി വർക്കൗട്ട് തുടങ്ങി കുറെ ആഴ്ച കഴിഞ്ഞാൽ ഞാൻ ഒരു തട്ടിച്ചെടുത്തത് നല്ല സമൂസ. മോൻ ബാക്കി വെച്ചാൽ ഞാൻ തന്നെ കഴിക്കുന്നത്. ബീഫ് ഒന്നും കഴിക്കും ബേബി. കാടമുട്ട തീരാമോളൂ. ഇനി കിട്ടില്ല ഈ സാധനം. ഓർഡർ ആക്കിയ പാഷൻ ഫ്രൂട്ട് ചിക്കൻ സമൂസ അപ്പുറത്ത് ഉള്ള സോണം പൊളിയായിട്ട്
ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങളിരുന്ന് നോമ്പ് തുറക്കട്ടെ, സമാധാനത്തിൽ നിന്ന് കഴിക്കട്ടെ. അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം ബാക്കി കണ്ടിന്യൂ ചെയ്യാം. പുളിയല്ലേ? ഞാനും പറയാൻ പോയി പുളിയാ. കോമഡി ഡാഡന്റെ പോലത്തെ നോക്കട്ടെ, ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിക്കട്ടെ. എന്റെ ബേബി എന്തോളൂ അടിപൊളി സാധനം. എന്താണ് ബേബി ഇത്? ഞാനല്ല എടുക്കാൻ പറഞ്ഞത്. എന്തോ ഒരു അട ഫിൽഡ് അടയെ. അതായത് പഴമില്ല, പഴത്തില് തേങ്ങാപ്പരി ഇട്ടോ. ഓ, ബേബി എവിടെയോ പുറത്ത് കണ്ടിലിരിക്കണ പോലെ ഉണ്ട് ഈ ഒരു വൈബ്. ഇത് പൊള്ളിയായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്റെ മോൾക്ക് കെച്ചപ്പ് വേണം. ആരെയും ഇവിടെ ആരുമില്ല സുന, എല്ലാരും നോമ്പ് തുറക്കാൻ പോയി. ബേബി കുഴപ്പമില്ല, തേങ്ങ പഴം. നല്ല ടേസ്റ്റ് അല്ലേ ബേബി? ഇത് എല്ലാം തീർന്നോ? ബേബി കഴിച്ചാ? എനിക്ക് പേടി. ഞാനോ കഴിച്ചില്ല. സുനും ബേബി കഴിച്ചോ? അത് എന്തായിരുന്നു സുനു? ഡോണറ്റ്, ചിക്കൻ ഡോണറ്റ്. ചിക്കൻ ഫില്ല് ഡോണറ്റ് എന്നാ കണ്ട ഞാൻ. പക്ഷെ ലൈക്ക് ഡോണറ്റ്. നമുക്കൊരു പോക്കറ്റ്, ഒരു ചിക്കൻ പോക്കറ്റ്, ചിക്കൻ പോക്കറ്റ് പറയാം. ഈറ്റ് ചീസാണോ അല്ലെങ്കിൽ നോർമൽ ഫില്ലിങ്സ്? സാൻഡ്വിച്ച് ഫില്ലിംഗ് കൊള്ളാം. സാൻഡ്വിച്ചിന്റെ ഓക്കെ, അതും പാസ്. ബേബി കഴിക്കുള്ള ഇനിയൊന്നും. ദിസ് ട്രൈ സൈഡ് ടേസ്റ്റ് ചെയ്യാൻ പോണ്. സൈക്കു സൂപ്പർ. സൈക്കിന്റെ സിഗ്നേച്ചർ പോസ് ആണ്. ബേബി ടേസ്റ്റ്. ഇത് ബീഫ്. So again, chai lava. കടച്ചിയാണോ അല്ലെങ്കിൽ നോർമൽ? എനിക്ക് ചെറിയൊരു തലവേദന വന്നിട്ട്, അതുകൊണ്ടാണ് മെയിനായിട്ട് കുടിക്കാൻ തോന്നി. നമ്മളെല്ലാരും മെയ്യുണ്ട്. സ്ട്രോ ഞാൻ ചോദിക്കാം. എന്റെ ജ്യൂസ് ഒരു സിപ്പ് എടുത്തിട്ട് അവനൊരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു ഗൈസ്. ഇഷ്ടമില്ല അവന് വിതൗട്ട് ആയതുകൊണ്ട്. സുനുവിന്റെ ജ്യൂസ് അവന് ഇഷ്ടമായി. സ്ട്രോ വേണം. അടിപൊളിയില്ല, നല്ല നോക്കാം. എല്ലാ വിഭവങ്ങളും നല്ല അടിപൊളിയായിരുന്നു. ഇവൻ ഫസ്റ്റ് ടൈം ഭയങ്കര കുടിക്കണേ. അപ്പൊ ഇവർക്ക് എക്സൈറ്റ്മെന്റ് ആണ് കൊടുക്കാൻ വേണ്ടിട്ട്. എന്റെ ബേബി എന്തോ പറഞ്ഞായിരുന്നല്ല, പറ. നല്ല നോമ്പ്. മാഷാഅല്ലാ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരുമ്പോ റിലാക്സ്. അല്ല, നമുക്ക് വീട്ടിൽ വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വൈബ്, സന്തോഷം കിട്ടാൻ. എന്നാലും ഇപ്പോഴും നമുക്ക് കൊള്ളായിരുന്നു. ഹോംലി ഫീൽ തന്നെ. നമുക്ക് ബാക്കിയുള്ളതൊക്കെ അവര് എല്ലാ സാധനങ്ങളും എത്തിച്ചു തന്നെ. ബാക്കിയുള്ളതൊക്കെ പാഴ്സലാക്കാം അല്ലേ? ഇത് കുറെ നമ്മൾ ഓർഡറാക്കിയത് മധുരം, തേങ്ങ അങ്ങനത്തെ ഐറ്റംസ് അല്ലേ? പക്ഷെ അവന് ഇഷ്ടപ്പെടൂല മധുരമായതുകൊണ്ട്. കൈ മധുരവും അങ്ങനെ ഉണ്ടാവും.
മസാല ഇത് എന്താണ് ഹൗസ് ഇറ്റ് അടില്ല ആണോ ആണോ ഇതൊക്കെ എന്നെ കൊതിപ്പിക്കുന്ന ഇത്തിരി കൂടുതലാണ് പക്ഷെ എനിക്ക് വേണ്ട സൈവാടുത്തെത്തി വേണ്ടേ പോയാ കൈ കഴുകാൻ പോയാ കൈ കഴുകാൻ തുണി കഴിക്കാനായിട്ട് എനിക്ക് സഹിച്ചില്ല അവിടെ ചമ്മിപ്പിക്കണം നല്ലുണ്ട് ചോക്ലേറ്റ് അതിന് കുറവാണെന്ന് തോന്നുന്നത് I'm not a kunafa lover, but it's good. അടിപൊളിയല്ലേ എനിക്ക് വഴിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നി എന്റെ വയറുള്ളതായി എനിക്കിപ്പോ പഴയ പോലെ ഒരുപാട് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല ഒരു ലിമിറ്റ് ചെയ്യുമ്പോ തന്നെ കഴിഞ്ഞു അവന്റെ തോട്ടൊക്കെ എനിക്ക് തരാണ്ട് തള്ളെത്തുന്നില്ല അതുകൊണ്ടാണ് ടിഷ്യൂ എടുത്തത് പഴം വേണം ഒരു നാണമൊക്കെ എപ്പോഴും ഉണ്ട് ഒരു നാണം എങ്ങനെ നാടാണ് ഇങ്ങനെ നാട് എന്നാ വാങ്ങിച്ചു സൈ വാങ്ങിച്ചു സൈ എന്നാ സൈവോ ഞാൻ കുടിച്ചു ഗൈസ് അങ്ങനെ നമ്മൾ വീടെത്തി now it's 8 PM 8:05 ആവാറായി വീട് എത്തിയപ്പോൾ തന്നെ എല്ലാവരും ഓരോ വഴിക്ക് പോയി ഗൈസ് ബിക്കോസ് വെരി ടയർഡ് പുറത്ത് പോയി വന്നിട്ട് അപ്പോൾ വി തോട്ട് ഇനി കണ്ടിന്യൂ ചെയ്യണമല്ലോ നമ്മൾ ഡിന്നറായിട്ട് കുറച്ച് ഫുഡ് പാർസൽ എടുത്തിട്ടുണ്ട് അത് ചിലപ്പോഴേ കഴിക്കുള്ളൂ ബിക്കോസ് വിസ് ടു ഫിൽ വിയാ കടികളൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ കഴിക്കണേക്കാളും കുറച്ചധികം കഴിച്ചു പുറത്ത് അപ്പോൾ ഇനി പോയിട്ട് വർക്കൗട്ട് ചെയ്യണം എബ്രോ ഉറങ്ങി ഇനി അവൻ എണിക്കണമെങ്കിൽ കുറച്ച് നേരം ഫുഡ് കൊടുക്കണം കുറച്ച് കഴിഞ്ഞ് എണിക്കുമായിരിക്കും ഒരു 1 hour കഴിഞ്ഞിട്ട് അവന് ഉച്ചത്തെ ഫുഡ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് കൊടുത്തായിരുന്നു ആൻഡ് യാ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ ഇന്നത്തെ വിന്നേഴ്സും നാളത്തെ ഒന്നിച്ച് ഇടാട്ടോ നാളെ ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല ഇറ്റ് ടേക്സ് ടൈം ഒന്ന് നോക്കി ഓവറോൾ നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ സോ ടുമോറോ ഓൾ ടുഗെദർ 10 വിന്നേഴ്സിനെ ഞാൻ സ്ക്രീൻഷോട്ട് ഇടാണ് നാളത്തെ ബ്ലോഗിൽ സോ യാ ഇനി കുറച്ച് റെസ്റ്റ് ആക്കിയിട്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ആക്കി ഔട്ട് എടുത്തിട്ട് വേണം വർക്കൗട്ടൊക്കെ ചെയ്യാൻ അത് ചെയ്തിട്ട് ഫ്രഷ് ആവണം ദാറ്റ്സ് ഇറ്റ് യാ ഒരു നല്ല ഡേ ആയിരുന്നു മാഷാ അല്ലാ അപ്പോൾ യെസ് ഗൈസ് വിൽ സീ യു ഓൾ ഇൻ എ വെരി നെക്സ്റ്റ് വീഡിയോ ബൈ